ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്കയ്ക്കും കൽപ്പനയ്ക്കും മുത്തശ്ശി ഒരു മത്സരം വെച്ചിരിക്കുകയാണ്. ജയിക്കുന്നവർക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് മുത്തശ്ശി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണ് കൽപ്പന. ഒരു കുടുംബിനെ എങ്ങനെയാണോ വീട് വൃത്തിയാക്കേണ്ടത് അതുപോലെ വളരെ ഭംഗിയായിട്ട് തന്നെ കൽപ്പന വീടാകെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് പറ്റുന്നത് പോലെ തന്നെ പാചകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ അറിയില്ല. എന്നാലും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിയങ്ക സഹായത്തിനായി രാധികയെ വിളിച്ചിരിക്കുന്നു. രാധികയോട് വിളിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഹാളിൽ ഇപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കൽപ്പനയുടെ ആ വൃത്തി, കൽപ്പന ചെയ്ത ജോലി, അതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വളരെ ഒരു അഭിമാനത്തോടെ പറയുന്നത്. പൂജാമുറിയും ശ്രദ്ധിച്ചിരുന്നു. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നും പരമേശ്വരൻ പറയുന്നുണ്ട്. ഇതൊക്കെ മത്സരത്തിന്റെ ഭാഗമാണ്, പക്ഷേ തുടർന്നും എൻ്റെ മക്കളിൽ നിന്നും ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പരമേശ്വരൻ പറഞ്ഞു. സൂര്യ കൽപ്പനയോട് പറയുന്നുണ്ട്, കൽപ്പനയെ കൺഗ്രാറ്റ്സ്. തന്നെക്കുറിച്ച് ഒരേ സ്വരത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം പറയുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ കൽപ്പനയ്ക്കും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ കുശുമ്പ് ബാധിച്ച പ്രിയങ്ക പറയുന്നുണ്ട്, ഒരാളെ മാത്രം ഇങ്ങനെ വാവിട്ട് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, മറ്റൊരാളും കൂടി ഉണ്ടല്ലോ മത്സരത്തിൽ. മുത്തശ്ശി പറയുന്നു, കൺമുന്നിൽ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയങ്ക മോളുടെ അവസരമാകുന്നതല്ലേ ഉള്ളൂ, ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചോളൂ. പ്രിയങ്ക പറയുന്നുണ്ട്, എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏട്ടത്തേക്ക് കിട്ടിയ ഈ 1ാം സ്ഥാനം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിന്നർ ഞാനാണ്. നമുക്ക് കാണാമെന്ന് കൽപ്പന, കാണാമെന്ന് പ്രിയങ്കയും. വരുൺ പറയുന്നു, മുത്തശ്ശി എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അമ്മ എല്ലാവർക്കും വിളമ്പട്ടെ മോളെ എന്ന് പത്മിനി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, പാചകം ചെയ്യുന്നത് മാത്രമല്ല വിളമ്പുന്നതും എൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുമ്പോൾ ഉർവശി പറയുന്ന, ഒരു മത്സരം കാരണമാണെങ്കിലും പ്രിയങ്ക ഇപ്പോൾ ഒരു ഉത്തമ കുടുംബിനിയായി. ഇനി കുറച്ച് സമയം കിട്ടിയുള്ളൂ. സമയം കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ 1-2 സ്പെഷ്യൽ വിഭവം കൂടി ഞാൻ ഉണ്ടാക്കിയേനെ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. മോൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇതിനു മുമ്പേയും നമ്മൾ കഴിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യം എന്ത് പറയാനാ എന്നൊക്കെ പരമേശ്വരൻ. ആരും മുൻകൂറായിട്ട് ഒന്നും പറയണ്ട, ഭക്ഷണം വിളമ്പി കഴിഞ്ഞല്ലോ, ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ എന്ന് മുത്തശ്ശി. എന്നാൽ കൽപ്പന ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇത് എന്തൊരു ഉപ്പാ ഇത് എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറയുന്നുണ്ട്. പ്രിയങ്ക കൽപ്പനയോട് പറയുന്നു, എടുത്തി മത്സരിച്ച് തോൽക്കുവാണെങ്കിൽ മത്സരിച്ച് തന്നെ തോക്കണം, അല്ലാതെ ജയിക്കാൻ വേണ്ടി വെറുതെ കോമാളിത്തരം കാണിക്കരുത്. ഞാൻ കാട്ടിയത് കോമാളിത്തരമാണെങ്കിൽ ബാക്കിയുള്ളവർ കഴിച്ചു നോക്കട്ടെ എന്ന് കൽപ്പന. സൂര്യ ഭക്ഷണം കഴിച്ചിട്ട് ഇത് എന്തൊരു എരിവായത് എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നു, ഏട്ടനത് പറയും, ഏട്ടന് കൽപ്പന എടുത്ത് ജയിക്കണമെന്നാണല്ലോ ഇഷ്ടം. എന്നാൽ പത്മിനിയും പരമേശ്വരനും ഉർവശിയും വരുണും എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ആർക്കും ആ ഭക്ഷണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ മോളെ, ഇത് കറികൾക്കൊന്നും ഒരു സ്വാദില്ലല്ലോ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നവരെ ഇതിലും നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും, വളരെ മോശമായി പോയെന്ന് പത്മിനിയും പറയുന്നു. എടോ, വാശി നല്ലതാ, പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ അറിയുക കൂടി വേണം എന്ന് വരുൺ പറയുന്നു. അവിടെ നിന്ന് കരയുകയാണ് പ്രിയങ്ക. കരയണ്ട, മനുഷ്യരായാൽ ചില പാളിച്ചകളൊക്കെ പറ്റും വരുണേ. ഇനി പ്രിയങ്കയ്ക്കും കൂടി ചേർത്ത് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തോളൂ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ വിജയി കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ കൽപ്പന സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷേ മത്സരം അവസാനിച്ചിട്ടില്ല. നാളെ പ്രിയങ്കയ്ക്കാണ് വീട് വൃത്തിയാക്കേണ്ട ചുമതല, കൽപ്പനയ്ക്ക് പാചകവും. എടുത്ത് ജയിച്ചു എന്ന് കരുതണ്ട, നാളത്തെ ദിവസം എൻ്റേതാണ്. നാളെ ഇതുപോലെ എല്ലാവരും ഇരിക്കുന്ന നിമിഷം ഞാൻ ജയിച്ചു എന്ന് മുത്തശ്ശി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടുന്ന് പോയി. അമ്മ നടത്തുന്ന ഈ ഒരു മത്സരം ആരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ഒരു കാരണമാകരുത്. ഓണവും വിഷുവൊക്കെ വരുമ്പോഴും നമ്മൾ ഓരോ മത്സരം വെക്കാറില്ലേ, അതുപോലെ കരുതിയാൽ മതി എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട്. പ്രിയങ്ക വിചാരിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ ഇത്രയും റൂം ക്ലീൻ ചെയ്യുന്നത്, എടുത്തിയും ചെറിയമ്മയും കൂടി എല്ലാം കൂടി നശിപ്പിച്ച് ഇടും, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ വൃത്തിയാക്കും, തുടച്ച് എൻ്റെ നടു ഓടിയും, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ ആ മാല കൈവിട്ട് പോവത്തില്ലേ. ഏട്ടത്തിയാണെങ്കിൽ മത്സരിച്ച് തോൽപ്പിക്കാൻ നിൽക്കുകയാണ്, വിട്ട് കൊടുക്കാനും സാധിക്കില്ല. എന്ത് ചെയ്യും? ചേച്ചിയെ തന്നെ വിളിക്കാം. പ്രിയങ്ക രാധികയെ ഫോൺ ചെയ്ത് വിളിച്ചു. എന്ത് പറ്റി പ്രിയ, നീ വീണ്ടും അടുക്കളയിൽ കയറിയോ എന്ന് രാധിക ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നേ ഭേദം എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. ഇവരുടെ സംസാരം വരുണും മുത്തശ്ശിയും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പറയാനൊന്നും നിൽക്കണ്ട, ചേച്ചിക്ക് നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, എന്തിനാണെന്ന്. കാര്യമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലേ വരത്തുള്ളോ, വരാൻ പറ്റുമോ ഇല്ലയോ അത് പറ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, നീ ഒരു ആവശ്യം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? വരുന്നത് ഇവിടെ ആരും അറിയാൻ പാടില്ല. വെളുപ്പിനെ ഒരു 3 മണിക്ക് വരാൻ പറ്റുമോ
എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വെളുപ്പിനെ 3 മണിക്കോ? നീ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നത്? ചേച്ചി എങ്ങനെയെങ്കിലും വരണം, വന്നില്ലെങ്കിൽ എനിക്കിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. എന്തായാലും ഇനി ഒന്നും പറയണ്ട, ചേച്ചി വന്നേ പറ്റൂ. എനിക്ക് വന്ന നല്ല കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ചതല്ലേ, അതിന് പകരം ഒരു ഉപകാരം ചെയ്യുവാണെന്ന് വിചാരിച്ചാൽ മതി. വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. വരാം, അച്ഛനോട് ചോദിച്ചിട്ട് എന്ന് പറയുകയാണ് രാധിക. അച്ഛൻ സമ്മതിക്കോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, നിനക്ക് സുഖമില്ലാഞ്ഞിട്ട് കൂട്ടി വിളിച്ചാണെന്ന് പറഞ്ഞ അച്ഛൻ സമ്മതിക്കില്ലേ? എങ്ങനെയെങ്കിലും ഞാൻ വരാം. നാളെ ബാക്കിക്ക് നമുക്ക് നാളെ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പ്രിയങ്കയും. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയും വരുണും അവിടെ നിന്ന് പോയി. വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ ആ ഒരു ശ്രമം പാഴായില്ല, ഐഡിയ വർക്കൗട്ടായി തുടങ്ങിയെന്ന്. രാധിക രഹസ്യമായി വരണമെന്നാ പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രഹസ്യം നീയും കൂടി സൂക്ഷിച്ചോ. രാധിക വരുമ്പോൾ നീ കണ്ടോ, സംസാരിച്ചോ? രാധിക വന്നതും പോയതും മറ്റുള്ളവരാരും അറിയാൻ പാടില്ല. ഈ കാര്യത്തിലെ മത്സരത്തിൽ നീ പ്രിയങ്കയുടെ കൂടെ നിൽക്കുന്നത് പോലെ നിന്നോ, നിനക്ക് നിന്റെ കാര്യം നടന്നാ പോരെ. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നു. തുടർന്ന് രാധിക ഈ കാര്യം യശോദയെ അറിയിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല, പക്ഷെ അവൾക്ക് നല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറയുന്നു, നിന്റെ അനിയത്തിയെ ആയേക്കാൻ വലിയൊരു പ്രശ്നം അവൾക്ക് എന്താ ഇനി വരാനുള്ളത്? കേട്ട ഉടനെ നീ അങ്ങോട്ട് ചെല്ലാമെന്നും പറഞ്ഞു കാണും. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് രാധിക പറയുമ്പോൾ യശോദയോട് പറയുകയാണ് മുത്തശ്ശി. എന്താ യശോദയെ, വെളുപ്പാങ്കലത്ത് ഇവളെ കണിമംഗലത്തേക്ക് നീ പറഞ്ഞുവിടാൻ പോവുകയാണോ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കൺമുന്നിൽ ഇവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ പരമമായ അഭിനയം മാത്രമാണ്. ഇവളുടെ മനസ്സിൽ ആരോടും ഒരു സ്നേഹവുമില്ല, അല്ലെങ്കിൽ സ്വന്തം അനിയത്തിക്ക് കിട്ടുന്ന സൗഭാഗ്യം തട്ടിപ്പറിക്കില്ലായിരുന്നല്ലോ. യശോദയെ പ്രിയങ്കയും വരുണും തമ്മിൽ നന്നായി ജീവിക്കണമെങ്കിൽ ഇവളെ ഇനി വരുണിന്റെ കൺമുന്നിൽ കൊണ്ടുപോയി നിർത്തരുത്. അതെങ്ങനെയാ? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകണമെങ്കിലും കൂട്ടായിട്ട് വരുൺ തന്നെ പോകണമല്ലോ. അമ്മ പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ദേവേട്ടനോട് എന്താ മറുപടി പറയുന്നത്? ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ 4 വാക്ക് നീ ഇവളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിനകത്ത് ഇവൾ ഉണ്ടാകില്ലായിരുന്നു. പ്രിയങ്ക വിളിച്ചാലും വരുൺ വിളിച്ചാലും കണിമംഗലത്തുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിളിച്ചാലും ഇനി മേലാൽ നീ കണിമംഗലത്തേക്ക് പോവണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴാണ് ഇത് കേട്ട് അച്ഛൻ അവിടേക്ക് വന്നത്. എന്താ മോളെ, നിന്നോട് കണിമംഗലത്ത് പോവരുതെന്ന് അമ്മ പറയുന്നത് കേട്ടോ? അതിനുള്ള കാരണം പറയുന്ന അച്ഛൻ ചോദിക്കുകയാണ് രാധികയോട്. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ രാധികയോട് അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛാ, പ്രിയ വിളിച്ചിരുന്നു രാവിലെ, നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു എന്നോട്. അവൾക്ക് എൻ്റെ സഹായം അത്യാവശ്യമുണ്ടെന്ന്, അത് ഞാനിവിടെ പറയുമായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പോൾ ഇവിടെ ആരാണ് തടസ്സം നിന്നതെന്ന്? നിങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിൽ നന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇവിടെ ആർക്കാണ് ബുദ്ധിമുട്ട്? മുത്തശ്ശി പറയുന്നു, ദേവൻ ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കുക. ബന്ധു വീടാണെന്ന് കരുതി വിവാഹപ്രായമെത്തിയ പെൺകുട്ടി എപ്പോഴും അവിടെ പോകുന്നത് ശരിയല്ല. ഒരു പെൺകുട്ടി അവളുടെ കൂടപ്പിറപ്പിനോട് സഹായം ചോദിക്കുന്നത് തെറ്റാണോ അമ്മേ? ആണോ യശോദ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ യശോദയും പറയുന്നുണ്ട്, പ്രിയങ്ക വെറുതെ വിളിച്ചതായിരിക്കാം. വിളിച്ച സ്ഥിതിക്ക് പോണം മോള്, നാളെ രാവിലെ തന്നെ തയ്യാറായിക്കോളൂ, അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയങ്ക മോളെ, എനിക്കറിയാം അവൾക്ക് ചില പ്രാപ്തിക്കുറവൊക്കെ ഉണ്ട്, അത് പരിഹരിക്കേണ്ടവൾ നീയാണ്. മോള് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, വെളുപ്പിനെ അച്ഛൻ വിളിച്ചോളാമെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. യശോദയും പോകുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചങ്ങോട്ടേക്ക് മാറ്റി നിർത്തുന്നു. അവിടെ ചെന്ന് പ്രിയങ്ക മോള് പറഞ്ഞ എന്ത് ജോലിയാണോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് മടങ്ങണം. എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഈ ദേവൻ ഉണ്ടായെന്ന് വരില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ മുത്തശ്ശി അകത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം ആയിരിക്കുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രിയങ്ക സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു രാധികയെ കാത്ത്. പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗേറ്റിന് ആ ഭാഗത്തേക്ക് വരുന്നു. അവിടെ ഒരു ഓട്ടോയിൽ രാധിക വന്നിറങ്ങി. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കരുത്, ചേച്ചി ഇവിടെ വന്നത് ആരും അറിയാൻ പാടില്ല, ആരും അറിയാതെ തിരിച്ചു പോവുകയും വേണം. നീ കാര്യം പറയുമെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഇവിടെ എല്ലാവരും കൂടി എന്നെ ഒരു വലിയ പരീക്ഷണത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ശബ്ദം കേട്ട് ചേച്ചിയാണ് ജോലി ചെയ്യുന്നത് എന്ന് ആരെങ്കിലും കണ്ടാൽ എന്നേക്കുമായി ഞാൻ കണിമംഗലത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പ്രിയങ്ക. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചേച്ചി പണി തീർത്ത് പുറത്തു പോകണം എന്ന് പറഞ്ഞ് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് രാധിക. ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ രാധികയെ അകത്ത് കയറ്റാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.